നമ്മൾ ശ്വസിക്കുന്നത് മൂക്കിലൂടെ മാത്രമൊന്നുമല്ല. നമ്മൾ 2 ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ശ്വാസം കൊടുത്താൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഓരോ പോർസും നമ്മൾ വേർക്കുമ്പോൾ പുറത്തേക്ക് വെള്ളം വരുന്നത് എവിടുന്ന? ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വേർക്കുണ്ട്. അപ്പൊ അവിടെ ഹോൾസ് ഉണ്ട്. അങ്ങനെ ഒരു 1 inch by 1 inch 3000 പോർസ് ഉണ്ടാവും. 1 inch by 1 inch 3000 പോർസ് ഉണ്ട്. ഈ പോർസിലൂടെയൊക്കെ എയർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മുടെ ധാരണ, ഇപ്പൊ പലർക്കും സ്കിൻ അലർജി വരുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ പണ്ട് തടിച്ചിരുന്നവരിപ്പം മെലിയുമ്പോൾ കോൺട്രാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് പോർസ് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആയുർവേദത്തിലൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടാണ് എണ്ണ കൊടുക്കുക ഉള്ളിലേക്ക് കയറണമെങ്കിൽ. എണ്ണ പുരട്ടുമ്പോൾ എങ്ങനെയാ? പുറത്തല്ലല്ലോ, ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ അത് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പോർസ് വലുതാവണം. അപ്പം നമ്മൾ സ്പേസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറേ ജാക്കറ്റ് ഇട്ടിട്ട് കാണാം. അത് തണുപ്പിന്ന് രക്ഷപ്പെടാനും ചൂടാക്കാനിരിക്കാനും മാത്രമൊന്നും അല്ല, നമ്മുടെ എല്ലാ സുഷിരങ്ങളിലൂടെയും ഒന്നും കയറാതിരിക്കാനാണ്. കാരണം ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ അല്ല അവിടെയുള്ളത്. നമ്മളിൽ കുറച്ച് സൾഫർ അധികം കൂടിയാൽ നമ്മൾ സംസാരിക്കുന്ന ഈ തരത്തിലൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നല്ലോണം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്ന ബോധമില്ലാട്ടല്ലേ. അയാളുടെ ശരീരത്തിന്റെ കെമിസ്ട്രി മാറാണ്, ബയോ കെമിസ്ട്രിയാണ് മാറുന്നത്.